അസ്സലാമു അലൈക്കും. കോടാനുകോടി ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മഹിതമായ നാമങ്ങളാണ് അള്ളാഹുവിൻ്റേത്. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ അസ്മാഉൽ ഹുസ്ന പരിചയമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല. ആ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതം നിറഞ്ഞ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതം നടക്കുന്നതാണ്. അത്രയും അത്ഭുതകരമായ ഈ ഇസ്മ പഠിച്ചിട്ട് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അതിൽ നമുക്ക് തൗഫീക്കില്ല എന്ന് വേണം കരുതാൻ. തൗഫീക്കുള്ളവർക്ക് മാത്രമാണ് ഈ ഇസ്മ ചൊല്ലാൻ കഴിയുക. ചൊല്ലിയാൽ നിങ്ങൾ തന്നെ ഞെട്ടും. അത്രയ്ക്കും ഗുണമുള്ളതാണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കാവൽ കിട്ടും. എല്ലാത്തിൽ നിന്നും ആത്മീയമായ രോഗങ്ങളിൽ നിന്നും കാവൽ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്മാഉൽ ഹുസ്ന നമുക്ക് ഒരു കാവലാണ്, ഒരു പിടിവള്ളിയാണ്, ഒരു അത്താണിയാണ്. നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അത് അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണമെന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ ഇസ്മിൻ്റെയും മഹത്വവും അത്ഭുതവും അറിഞ്ഞാൽ ഒരു ദിവസം പോലും അസ്മാഉൽ ഹുസ്ന ചൊല്ലാതിരിക്കുകയില്ല. വളരെ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇന്നിവിടെ പറയുന്നത്. ഈ ഇസ്മ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നതാണ്. യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ. ഈ ഇസ്മാണ് ചൊല്ലേണ്ടത് 129 തവണ ഒരു ദിവസം. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വ്യക്തി ചൊല്ലിയാൽ അവനിക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. 129 തവണ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലുന്നതാണ് ഉത്തമം. എല്ലാ നിസ്കാര ശേഷവും ചൊല്ലാൻ കഴിയാത്തവർ ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 129 പ്രാവശ്യം ഇത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് സുബഹിക്കും മഗ്‌രിബിന് ശേഷവും ഇത് 129 പ്രാവശ്യം നിങ്ങൾ ചുരുങ്ങിയത് ചൊല്ലാൻ നോക്കുക. 5 വഖത്ത് നിസ്കാരത്തിൽ ചൊല്ലുന്നതാണ് ഉത്തമം. ഇത് ചൊല്ലിയാൽ അവൻക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ: സമ്പത്തിൽ, ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകും. ശരീരത്തിന് ആഫിയത്തുണ്ടാകും. അവൻക്ക് ഒരിക്കലും തളർച്ചയുണ്ടാവുകയില്ല. അസുഖങ്ങൾ വരികയില്ല. ശത്രുക്കളിൽ നിന്ന് കാവലുണ്ടാകും. ശത്രുക്കൾ മനുഷ്യനിൽ നിന്നാകട്ടെ, ജിന്നുകളിൽ നിന്നാവട്ടെ, കുടുംബങ്ങളിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ മറ്റു ഏത് വിധത്തിലുള്ള ശത്രുക്കളിൽ നിന്ന് അള്ളാഹു ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ അള്ളാഹു കാവൽ നൽകുന്നതാണ്. മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ നമ്മളെ കാണുമ്പോൾ ഒരു സ്നേഹം വരുന്നതാണ്. വല്ലാത്ത ബറക്കത്തും ഐശ്വര്യവും കുടുംബങ്ങളിലും കച്ചവടത്തിലും മറ്റ് നമ്മൾ എന്തിലിറങ്ങുന്നവോ ഇൻഷാ അല്ലാഹ് അതിനെല്ലാം ഹൈറും ബർക്കത്തും അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ കാവൽ ലഭിക്കുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ യാത്രയിൽ അപകടമില്ലാതെ അള്ളാഹു സംരക്ഷിക്കും. കൽബിന് അള്ളാഹു നല്ല സന്തോഷം ലഭിക്കും. ജയിലിൽ അകപ്പെട്ടവർക്ക് അള്ളാഹു മോചനം കിട്ടാൻ അള്ളാഹു പല മാർഗങ്ങളും തുറന്നു തരുന്നതാണ്. അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും എല്ലാ സമയങ്ങളിലും നമുക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ പകർത്തണം. അത് മറക്കാൻ പാടില്ല. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമ്മൾക്ക് നൽകട്ടെ. തൗഫീക്കില്ലാതെ ഒരു കാര്യവും നടക്കുന്നതല്ല. ഇത് ചൊല്ലുന്നവൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ടാവും. ദേഷ്യക്കാരനാണെങ്കിൽ സൗമ്യതയുള്ളവനാകും. അവരുടെ സ്വഭാവത്തിൽ എന്ത് ദൂഷ്യമാണോ ഉള്ളത് അള്ളാഹു അത് മാറ്റി നല്ല സ്വഭാവമാക്കി മാറ്റുന്നതാണ്. നമ്മുടെ മനസ്സിൽ എത്ര വലിയ മുറാദുകളുണ്ടോ, വീട് വയ്ക്കണമെന്ന ആഗ്രഹമുണ്ടോ, ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലിക്കോളൂ. മക്കൾ വേണമെന്നാഗ്രഹമുണ്ടോ, എന്നാൽ ഇത് ചൊല്ലുക. ഇങ്ങനെയുള്ള എന്ത് മുറാദുകളും അള്ളാഹു നടത്തിത്തരും ഇൻഷാ അല്ലാഹ്. യാ ലത്തീഫ് യാ അല്ലാ.
ജീവിതത്തിൽ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുവാനും ഇത് നിത്യജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.